ധർമ്മസ്ഥലയിൽ 100-ലധികം മൃതദേഹങ്ങൾ ലൈംഗികാതിക്രമങ്ങൾക്ക് ശേഷം കുഴിച്ചുമൂടിയെന്ന കേസിൽ ഞെട്ടിപ്പിക്കുന്ന ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവന്നു. ബംഗഡുഗുഡയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ കൊലപാതകം നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ടെന്നാണ് FSL റിപ്പോർട്ട്. 8 അസ്ഥികൂടങ്ങളും 1000-ലധികം മനുഷ്യ അസ്ഥികൂട അവശിഷ്ടങ്ങളുമാണ് പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയത്. ഇതോടെ SIT സംഘം പ്രദേശം കേന്ദ്രീകരിച്ച് വീണ്ടും പരിശോധന തുടങ്ങി. ധർമ്മസ്ഥല കേസിൽ വീണ്ടും വൻ വഴിത്തിരിവ്. ബംഗളഗുഡയിൽ നിന്ന് ലഭിച്ച മനുഷ്യ അസ്ഥികൂടങ്ങളും അതോടൊപ്പം അസ്ഥികൂട അവശിഷ്ടങ്ങളുടെയും ഫോറൻസിക് പരിശോധനാ ഫലം വന്നു. ഇതിൽ കൊലപാതക സാധ്യതയുണ്ടെന്നാണ് ഫോറൻസിക് പരിശോധനാ ഫലം. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ധർമ്മസ്ഥല കേസ് ചർച്ചയാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. SIT സംഘവും അതോടൊപ്പം ബംഗളൂരിൽ നിന്നുള്ള ഫോറൻസിക് സംഘവും ബംഗളഗുഡയിലെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ മുതലാണ് ഈ പരിശോധന ആരംഭിച്ചത്. ഏതായാലും പ്രധാനപ്പെട്ട സാക്ഷിയായ ചിന്നയ്യ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി സംബന്ധിച്ചും ഫോറൻസിക് പരിശോധനാ ഫലം വന്നിട്ടുണ്ട്. അത് ബംഗളഗുഡയിൽ നിന്നും കണ്ടെത്തിയ മണ്ണും ഈ ഫോറൻസിക് സംഘം ഈ തലയോട്ടിയുടെയും സാമ്യമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തലയോട്ടി ബംഗളഗുഡയിൽ നിന്നും കണ്ടെത്തിയെന്നാണ് ഒരു സ്ഥിരീകരണം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ തലയോട്ടി പുറത്തു നിന്നും വ്യാജ തെളിവിനായി കോടതിയിൽ ഹാജരാക്കിയതെന്നായിരുന്നു നേരത്തെ ഉയർന്ന ആരോപണം. പക്ഷേ അതിൽ കൃത്യമായ ഫോറൻസിക് പരിശോധനാ ഫലം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം കുടകിൽ നിന്നും കാണാതായ 2 പേരുടെ മൃതദേഹാവശിഷ്ടം അത് ഈ ബംഗളഗുഡയിൽ നിന്നും ലഭിച്ച അസ്ഥികൂടത്തിൽ നിന്നും DNA പരിശോധനാ ഫലം സാമ്യമായിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ SIT വീണ്ടും ബംഗളഗുഡ കേന്ദ്രീകരിച്ച് പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രദേശം ഇപ്പോൾ സീൽ ചെയ്ത് ഈ SIT സംഘത്തിൻ്റെ നിയന്ത്രണത്തിൽ ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. ഇവിടെ വിശദമായ പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം പ്രദീപ് കുലാൽ എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു സാക്ഷിയാണിപ്പോൾ. ഇദ്ദേഹം ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങളിൽ പരിശോധന നടത്തണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെ ഇന്നലെ പ്രദീപ് കുലാലിയും ഈ സംഘത്തോടൊപ്പം ഈ ഒരു പരിശോധനയിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഏതായാലും ചിന്നയ്യ ഈ കേസിൽ ആദ്യ സാക്ഷിയാണ്. പിന്നീട് ഇദ്ദേഹം കൂറുമാറുന്ന സാഹചര്യമായി ഉണ്ടായത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നതും SIT അന്വേഷണം ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ധർമ്മസ്ഥലയിൽ കുഴിച്ചു മൂടപ്പെട്ട സത്യം അത് മറനീക്കി പുറത്തു വരുമോ എന്നതാണ് ഇനി ഏറ്റവും പ്രധാനം. അതിൽ നിർണായകമാവുക ഈ ഫോറൻസിക് പരിശോധനാ ഫലം തന്നെയാണ്. ഇവിടെ കണ്ടെത്തിയ അസ്ഥികൂടങ്ങൾ അതോടൊപ്പം 1000-ഓളം അസ്ഥികൂട അവശിഷ്ടങ്ങൾ, പൂർണ്ണ അസ്ഥികൂടവും അതുപോലെ തന്നെ അസ്ഥികൂട അവശിഷ്ടങ്ങളും ഇവയുടെ ഫോറൻസിക് പരിശോധനാ ഫലമാണ് വന്നത്. ഇത് കൊലപാതക സാധ്യത എന്നാണ് ഇതിൽ ഉള്ളത്. ഇതോടൊപ്പം കൂടുതൽ വിവരങ്ങൾ SIT ഉദ്യോഗസ്ഥരുമായി പങ്കുവച്ചപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വിശദാംശങ്ങൾ പുറത്ത് പറയാൻ ഇപ്പോൾ ഈ അന്വേഷണത്തെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ നിർവാഹമില്ല. ഏതായാലും രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണം നടത്തുന്നത്. ഇതിൽ SIT ഇനി നടത്തുന്ന അടുത്ത നീക്കം അതെന്താണെന്ന് ഏറ്റവും പ്രധാനമാണ്. വീണ്ടും ധർമ്മസ്ഥലയിൽ ഈ ഒരു മണ്ണ് കുഴിച്ചുള്ള പരിശോധന ഉണ്ടാകുമോ? ഈ സാക്ഷികൾ ചൂണ്ടിക്കാട്ടിയ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധന നടത്തുമോ? അതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഏതായാലും ഇതിൽ പ്രധാനപ്പെട്ട സാക്ഷിയായ മഹേഷ് തിമരോടിയെ വീണ്ടും മൊഴി രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം വിട്ടല ഗൗഡ എന്ന് പറയുന്ന സൗജന്യയുടെ അമ്മാവൻ്റെ സാക്ഷിമൊഴിയും രേഖപ്പെടുത്താൻ SIT സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും വിശദമായ പരിശോധനയിലേക്ക് തുടക്കത്തിൽ ഉണ്ടായതുപോലെ SIT വീണ്ടും ധർമ്മസ്ഥലയിൽ നടത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ നിർണായകമാവുക ഈ ഫോറൻസിക് പരിശോധനാ ഫലം തന്നെയാണ്. അതിൽ ഈ കാണാതായ ആളുകളുടെ നിരവധി പരാതികളാണ് SITക്ക് മുന്നിലെത്തിയിട്ടുള്ളത്. അത്തരം പരാതികളിലുള്ളവരുടെ മൃതദേഹം ഈ സംബന്ധിച്ച DNA പരിശോധനയും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഫോറൻസിക് പരിശോധനയിൽ നിർണായകമായ മറ്റ് ചില കണ്ടെത്തലുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഈ അന്വേഷണത്തെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ SIT ഉദ്യോഗസ്ഥർ അത് വിശദീകരിക്കാൻ അല്ലെങ്കിൽ പങ്കുവെക്കാൻ ഇപ്പോൾ തയ്യാറല്ല. എന്തായാലും ഇത് സംബന്ധിച്ച് കോടതിയിൽ, ബെൽത്തങ്ങാടി കോടതിയിൽ ഉടനെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഇതിൽ കർണാടക ഹൈക്കോടതി കേസ് അന്വേഷണം വളരെ വേഗത്തിലാക്കി റിപ്പോർട്ട് നൽകണമെന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ SITയെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ബംഗളഗുഡ കേന്ദ്രീകരിച്ച് വലിയ പരിശോധന ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ തുടക്കമാണിപ്പോൾ ഈ ഒരു പരിശോധന. അതിൽ ഫോറൻസിക് സംഘവും, ബംഗളൂരിൽ നിന്നുള്ള ഫോറൻസിക് സംഘവും ഈ ഒരു പരിശോധനയിൽ ഒപ്പമുണ്ട് എന്നതാണ് ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. SITയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു അന്തിമ നിഗമനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഏതായാലും
ഇവിടെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്ന സൂചനകളിലേക്ക് ഫോറൻസിക്സ് റിപ്പോർട്ട് വിരൽ ചൂണ്ടുമ്പോൾ ഇനി എന്താണ് SITയുടെ മുന്നിലുള്ള നീക്കം? അതാണ് ഏറ്റവും പ്രധാനം. ഒരിക്കൽ കൂടി ധർമ്മസ്ഥല കേസ് ചർച്ചയാകുന്നു എന്നതിനാണ് ഇതിൽ ഏറ്റവും പ്രധാനം. KB ബൈജു, News 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.